ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം. സ്റ്റീൽ, സിമന്റ്, പൈപ്പ്, ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ, ഓട്ടുപാറ, പരുത്തിപ്ര. വടക്കാഞ്ചേരി ഉപജില്ല 63-ാം സ്കൂൾ കലോത്സവം മുണ്ടത്തിക്കോട് NSS VHSS DVLPS മുണ്ടത്തിക്കോട് എന്നിവിടങ്ങളിലായി പുരോഗമിക്കുന്നു. രണ്ടാം ദിനമായ ചൊവ്വാഴ്ച 14 വേദികളിലായാണ് മത്സരങ്ങൾ അരങ്ങേറിയത്. വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന് രണ്ടാം ദിനമായ ചൊവ്വാഴ്ച രാവിലെ 9:30 തന്നെ മത്സരങ്ങൾ ആരംഭിച്ചു. കലോത്സവത്തെ മുണ്ടത്തിക്കോട് ഒരു ആവേശമായി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. വേദികളിലെല്ലാം നിറഞ്ഞ സദസ്സിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. സാധാരണക്കാരുടെ പങ്കാളിത്തം ഏറെ ശ്രദ്ധേയമാണ്. രണ്ടാം ദിനത്തിൽ LP വിഭാഗം കുട്ടികളുടെ മത്സരങ്ങളാണ് കൂടുതലായും നടന്നത്. ഏറ്റവും മികച്ച രീതിയിലാണ് കലോത്സവം നടത്തിക്കൊണ്ടുപോകുവാൻ കഴിയുന്നുണ്ടെന്നും എല്ലാവരുടെയും സഹകരണം ലഭിക്കുന്നുണ്ടെന്നും അക്കാദമിക് കൗൺസിൽ ജനറൽ സെക്രട്ടറി MN ബർജിലാൽ പറഞ്ഞു. വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൻ്റെ രണ്ടാം ദിവസമാണിന്ന്. രാവിലെ 9:30 വേദികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. 14 വേദികളിലായാണ് മത്സരം നടക്കുന്നത്. അങ്ങനെ വിവിധ വേദികളിലായി രണ്ടാം ദിവസം മത്സരം പുരോഗമിക്കുകയാണ്. ആദ്യ ദിവസം നല്ല രീതിയിൽ നമ്മുടെ ഉദ്ഘാടനത്തിന് ശേഷം നല്ല രീതിയിൽ വേദികളൊക്കെ ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാം ദിവസവും നിറഞ്ഞ കാണികളുടെ സാന്നിധ്യത്തിലാണ് എല്ലാ മത്സരങ്ങളും നടക്കുന്നതെന്നുള്ളത് പ്രത്യേകതയാണ്. 2 ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി 3-4 ദിവസങ്ങൾ നമുക്ക് ബാക്കിയുണ്ട്. മുണ്ടത്തിക്കോട് ഒരു ആവേശമായി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് ഈ വർഷത്തെ കലാമേള. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളൊക്കെ അത് ഏറ്റെടുത്തുകൊണ്ട്, അതുപോലെ അധ്യാപകരും. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് LP കുട്ടികളാണ് ഇവിടെ വന്നിരിക്കുന്ന ചെറിയ കലാകാരന്മാർ. അത് ഏറ്റവും ഭംഗിയായി ആസ്വദിച്ചുകൊണ്ട് അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അക്കാദമിക് കൗൺസിലിലെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ എല്ലാ വേദികളും സന്ദർശിക്കേണ്ടായി. അതുപോലെ ഭക്ഷണശാലയിൽ രാവിലെ 10:00 തന്നെ ഭക്ഷണമെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആവശ്യമായ ഇന്ന് ഏകദേശം ഒരു 3500ഓളം പേർക്ക് ഭക്ഷണം കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഏറ്റവും മികവുറ്റ രീതിയിൽ തന്നെ നമ്മുടെ ഈ കലോത്സവം നടത്തിക്കൊണ്ട് പോകുവാനായി കഴിയുന്നുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. VCV ന്യൂസ് മുണ്ടത്തിക്കോട്.